അടുത്തൊരു വീക്കെൻഡും കൂടെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു ഇവിടെ ഫിൻലാൻഡില്. അപ്പോൾ ഈ ആഴ്ച ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാവരെയും കാണിച്ചോളൂ. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ട്രെയിൻ സ്റ്റേഷൻ. ക്രിസ്മസ് ട്രെയിൻ അവിടെ എത്തിച്ചേരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ രാവിലെ അവിടെ പോയത്. ക്രിസ്മസ് ട്രെയിൻ എന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയത് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ കൊണ്ട് നിറഞ്ഞൊരു ട്രെയിൻ ആയിരിക്കും എന്നാണ്. പക്ഷെ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച പോലത്തെ ട്രെയിനൊന്നും അല്ല അവിടെ വന്നത്. പിന്നീടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ട്രെയിൻ 1950s ട്രെയിനായിരുന്നു എന്നുള്ളത്. ആ ട്രെയിനിൻ്റെ പേര് ലറ്റ ഹട്ടു എന്നായിരുന്നു കേട്ടോ. കാരണം ഫ്ലാറ്റ് ഹാറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ എന്തോ ഒരു ആൾക്കൂട്ടമെന്നല്ലേ. ട്രെയിനുള്ളിൽ നിന്ന് ഇറങ്ങിയത് സാന്താക്ലോസ് ആണ്. സാന്താക്ലോസിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ബാസ്ക്കറ്റ് നിറയെ സ്വീറ്റ്സ്. കുട്ടികൾ പിന്നെ പറയണോ, സാന്താക്ലോസിനെ വളഞ്ഞു. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് സിറ്റി സെൻറ്ററിൽ വന്ന റൈഡാണിത്. ക്രിസ്മസ് സെലിബ്രേഷൻ അനുബന്ധിച്ച് സാന്താക്ലോസ് എത്തിയിട്ടുണ്ട്. എല്ലാവരെയും കാണാനും ഫോട്ടോസ് എടുക്കാനുമായിട്ട് സാന്താക്ലോസ് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും സാന്താക്ലോസിൻ്റെ അടുത്തോട്ട് ചെന്നു ഷേക്കിൻ്റെ ഒക്കെ കൊടുത്ത് ഫോട്ടോസൊക്കെ എടുത്തു. കുട്ടിയൊക്കെയാണെങ്കിൽ പിന്നെ പറയണോ, സാന്താക്ലോസിനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്നാൽ പിന്നെ നമുക്കൊരു ഫോട്ടോ എടുത്താലോ സാന്താക്ലോസിനോടൊപ്പം. ഞാനും ഒരു ഫോട്ടോ എടുത്തു. അഫ്രിദേ അതിൽ കയറി കറങ്ങിയതിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി അവിടെ സംഘടിപ്പിച്ച DJ ആയിരുന്നു അത്. അവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുറേ നേരം നിന്നപ്പോഴേക്കും കുട്ടികൾക്ക് നല്ല തണുത്തു. ദെൻ ഞങ്ങൾ അടുത്തൊരു ഷോപ്പിംഗ് മോളിൽ പോയി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തപ്പോൾ കുറച്ചൊന്ന് വാമായി. കാരണം -1 ആയിരുന്നു പുറത്ത് ടെമ്പറേച്ചർ. നമ്മളിവിടെ ക്രിസ്മസ് വില്ലേജിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ക്രിസ്മസ് വില്ലേജിലോട്ട് പോവുക. അവിടെ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഇതൊരു ക്രിസ്മസ് വില്ലേജാണ്. ഇവിടെ ഞങ്ങൾക്ക് കൂടുതലും കാണാൻ കഴിഞ്ഞത് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ സ്പെഷ്യൽ സീസണിൽ മാത്രം ഓപ്പൺ ചെയ്യുന്ന ഷോപ്പുകളാണ്. വിൻ്റർ ആയതുകൊണ്ട് വിൻ്റർ ഐറ്റംസ് ആയിരുന്നു കൂടുതൽ ഇവിടെ കണ്ടുവന്നത്. ഇതുണ്ടോ, നമ്മുടെ വീടിൻ്റെ ഡോർ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഹോം മെയ്ഡ് ചീസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതെല്ലാം ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. വുളൻ സോക്സ്, വുളൻ ക്യാപ്സ്, വുളൻ സ്കാർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോം ഡെക്കർ സാധനങ്ങളുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് ഗ്ലോഗി. ഇവിടുത്തെ ഒരു ഫേമസ് ഡ്രിങ്കാണ് ഗ്ലോഗി എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഗ്ലോഗി ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്ലോഗി. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒത്തിരി അക്സസറീസ് അവിടെ ഉണ്ടായിരുന്നു. കിച്ചൺ ആവശ്യങ്ങൾക്കായിട്ടുള്ള വുഡൻ യൂട്ടൻസിൽസും നമുക്ക് ആവശ്യമായിട്ടുള്ള അക്സസറീസൊക്കെ ഉണ്ടായിരുന്നു. വളരെ കഷ്ടപ്പെട്ടു. നമുക്ക് തിരിച്ചു പോകുമ്പോ എടുക്കാം. നമുക്കും അങ്ങനെ കഷ്ടപ്പെട്ടു. പഴയകാല പ്രസ്സാണ്. ഇപ്പോഴും അതൊരു കുഴപ്പവും കൂടാതെ അവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ആ അച്ച് കണ്ടുപിടിച്ചു. ഞങ്ങൾ 2 കാർഡ് എടുത്തു. അതിൽ പ്രസ് ചെയ്ത് 2 കാർഡ് ഉണ്ടാക്കി. ഞങ്ങൾ പിന്നെ നേരെ കറങ്ങാൻ ഇറങ്ങി. പിന്നെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാതെ വീട്ടിൽ മടങ്ങരുതല്ലോ. ഞങ്ങൾ പിന്നെ ഒന്ന് പർച്ചേസൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് മടങ്ങാതെ കരുതി നേരെ സിറ്റി സെൻറ്ററിലോട്ട് വിട്ടു. ഇപ്പോൾ ഇവിടെ എല്ലാ ഷോപ്പുകളിലും ബ്ലാക്ക് ഫ്രൈഡേ ഓഫറുകൾ നടക്കുകയാണ്. പർച്ചേസൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡായി. അപ്പോൾ നമ്മളൊരു ബൊഫേയിൽ പോയി.
ഫുഡ് കഴിക്കാം. Come, let's talk. നമ്മൾ പക്ഷേ ഫുഡൊക്കെ കഴിച്ചു പേഴ്സണൽ വീഡിയോ അതെ അതെ അത് പർച്ചേസിങ്ങും ഫുഡ് കഴിപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ സമയം പോയത് അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഇവിടെ സമയം പോകുന്ന അറിയാറില്ല. ഉച്ചയാകുമ്പോഴേ നല്ല ഇരുട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇരുട്ട് കാണുന്നത് ഇപ്പോൾ ഒരു പുത്തരിയല്ല. അങ്ങനെ ഈ വീക്കെൻഡിൻ്റെ പരിപാടികളെല്ലാം അവസാനിച്ചു. ഇനി അടുത്ത വീക്കെൻഡ് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.